Good morning. Today's topic is classification of research according to types of analysis. This is the last classification of research. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ടൈപ്പിൻ്റെയും അവസാനം വരുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തോടു കൂടി ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ്. അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് അനാലിസിസ്, research is analytical research and holistic research. Analytical approach-ൽ identify and isolate the component of research situation. ആ റിസർച്ചിൻ്റെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക, അതിനെ വേർതിരിച്ച് അനലൈസ് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുന്നതാണ് അനലിറ്റിക്കൽ അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് ടോട്ടാലിറ്റിയാണ് അനലിറ്റിക്കൽ ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന ഒരു രീതിയാണ്. അനലിറ്റിക്കൽ റിസർച്ച്, ദിസ് റിസർച്ച് മെയിൻലി ക്യാരിയിങ് ഔട്ട് അനാലിസിസ് ഓൺ എ ഫിനോമിന ആൻഡ് വിച്ച് ഇൻവോൾവ്സ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്താണോ ആ പ്രോബ്ലം എന്നുള്ളത് അനലൈസ് ചെയ്ത് ക്ലിയർ ആയിട്ട് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ച്. The aim of this research is to understand phenomena by discovering and measuring causal relationship among them. നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രതിഭാസം ഫിനോമിന എടുക്കഴിഞ്ഞാൽ അതിൻ്റെ കോസൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്രോച്ചാണ് അനാലിറ്റിക്കൽ അപ്രോച്ച് ഓർ അനാലിറ്റിക്കൽ റിസർച്ച്. ഇവിടെ റിസർച്ചിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് എവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ ആ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യും. ഒരു ക്രിട്ടിക്കൽ അനാലിസിസിൽ കൂടെ പോയി ആ പ്രോബ്ലത്തിനെ ക്ലിയറായി സ്റ്റേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അനാലിറ്റിക്കൽ റിസർച്ച്. ഇറ്റ് വർക്ക്സ് വിത്തിൻ ദ കൺസ്ട്രെയിൻസ് വേരിയബിൾസ്. ഇറ്റ് ഓൾസോ ട്രൈസ് ടു എക്സ്പ്ലെയിൻ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഫ്രം അവൈലബിൾ ഡാറ്റ. നമുക്ക് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് പോലെ പുതിയൊരിന്നിലേക്ക് പോകുന്നതിനേക്കാൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ അവൈലബിൾ ആണോ ആ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് അനാലിസിസ് നടത്തുകയാണ്. എന്ന് വെച്ചാൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചാണ് ഇവിടെ കൂടുതലും അനാലിസിസ് നടത്തുന്നത്. പക്ഷെ അത് അനാലിസിസ് ഇൻഡെപ്ത് ആയിട്ട് പോകും എന്നുള്ളതാണ് പ്രത്യേകത. ദെൻ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് ഇസ് ദ മിക്സഡ് മെത്തേഡ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ നേരത്തെ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ വരുന്ന അനാലിസിസ് റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതിൽ അനാലിസിസ് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവിടെ പ്രായോഗികമാവില്ല. അവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന റിസർച്ച് മെത്തേഡും അതേസമയം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് മെത്തേഡിൻ്റെയും ഒരു മിക്സ് ഉപയോഗിക്കുന്നതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. എന്ന് വെച്ചാൽ ആ നമ്മൾ ഏത് റിസർച്ച് ഫിനോമിനയാണോ എടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മൊത്തം സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതാണ് ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടാലിറ്റിയാണ്. അപ്പോൾ ടോട്ടലായിട്ടും ആ റിസർച്ചിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ മാത്രം അനാലിസിസ് നടത്തി പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല എന്നുള്ളതുകൊണ്ട് ക്വാളിറ്റേറ്റീവും ഒപ്പം ക്വാണ്ടിറ്റേറ്റീവും കൂടി മിക്സഡ് ആയിട്ട് നടത്തുന്ന റിസർച്ചാണ് ഹോളിസ്റ്റിക് റിസർച്ച്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ചോയ്സ് ഓഫ് ആൻസേഴ്സ് ടു പ്രോബ്ലംസ്. അതിൽ ഫസ്റ്റ് വൺ ഇവാലുവേഷൻ റിസർച്ച്, സെക്കൻഡ് വൺ ഡെവലപ്മെന്റൽ റിസർച്ച്. ഇൻ ഇവാലുവേഷൻ റിസർച്ച് നമ്മൾ എന്താണ് കോഴ്സസ് ഓഫ് ആക്ഷൻ നോക്കി അതിൽ ഏതെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ അനലിറ്റിക്കൽ റിസർച്ചിൽ പ്രോബ്ലം ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പോസിബിൾ സൊല്യൂഷൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിൽ കുറേ കോഴ്സസ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. അതിലേത് കോഴ്സ് ഓഫ് ആക്ഷൻ കൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി അതിനെ സ്പെസിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ചെയ്യുന്നത്. ഇൻ ഡെവലപ്മെന്റൽ റിസർച്ച് ഫോക്കസ് ഈസ് ഓൺ ഫൈൻഡിങ് ഓർ ഡെവലപ്പിംഗ് മോർ സ്യൂട്ടബിൾ ഇൻസ്ട്രുമെന്റ് ഓർ പ്രോസസ് ദാൻ ഹാസ് ബീൻ അവൈലബിൾ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് എന്തൊക്കെ മാറ്റം വരുത്താം, പുതിയതായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡെവലപ്മെന്റൽ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് കോഴ്സസ് ഓഫ് ആക്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡെവലപ്മെന്റൽ റിസർച്ച് ഇപ്പോൾ ഉള്ള പ്രോസസ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രാക്ടീസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് പുതിയ എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോക്കസിങ് ഓൺ ഫൈൻഡിങ് ഔട്ട് ഓഫ് ന്യൂ മെത്തേഡ്സ് ഓർ ഡെവലപ്പിംഗ് ന്യൂ ഇൻസ്ട്രുമെന്റ്, അതാണ് ഡെവലപ്മെന്റൽ റിസർച്ചിൽ ചെയ്യുന്നത്. ഇനി ഇവാലുവേഷൻ റിസർച്ച് എന്താ നോക്കാം.
ഒരു പ്രോഗ്രാം ഇവാലുവേഷൻ, ഇപ്പോൾ ഇവാലുവേഷൻ നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോഴും ഒരു പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കരിക്കുലത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവാലുവേഷൻ റിസർച്ചിൽ ഉപയോഗിക്കാം. ഇവാലുവേഷൻ റിസർച്ച് റെഫേഴ്സ് ടു റിസർച്ച് പർപ്പസ് ഇൻസ്റ്റെഡ് ഓഫ് സ്പെസിഫിക് മെത്തേഡ്. ഒരു മെത്തേഡിനെ ഇതിനല്ല, നമ്മൾ റിസർച്ചിൻ്റെ പർപ്പസ്, റിസർച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിന് ഓരോ കോഴ്സ് ഓഫ് ആക്ഷനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ടൈമും മണി എഫേർട്ട് എല്ലാം റിസോഴ്സ് എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താണോ സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് എത്തുക, ആ അച്ചീവ് ഗോൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പല കോഴ്സ് ഓഫ് ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഏത് കോഴ്സ് ഓഫ് ആക്ഷനാണ് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് ഇവാലുവേഷൻ റിസർച്ച്. പിന്നെ നമ്മൾ സാധാരണ സോഷ്യൽ റിസർച്ചിൽ പറയുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവാലുവേഷൻ റിസർച്ചിൽ വരുന്നത്. ഇറ്റ് യൂസസ് മെനി ഓഫ് ദ സെയിം മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ട്രഡീഷണൽ സോഷ്യൽ റിസർച്ച്, ബട്ട് ബിക്കോസ് ഓഫ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഓർഗനൈസേഷണൽ കണ്ടെക്സ്റ്റ്. നമ്മളിവിടെ പറയുന്നത് നമ്മൾ കൊമേഴ്സ് റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന റിസർച്ചിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇറ്റ് റിക്വയർസ് ടീം സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, മാനേജ്മെൻറ്റ് സ്കിൽസ്, പൊളിറ്റിക്കൽ സ്മാർട്ട്നെസ് ആൻഡ് അതർ സ്കിൽസ് ദാറ്റ് സോഷ്യൽ റിസർച്ചേഴ്സ് ഡസ് നോട്ട് നീഡ് മച്ച്. നമ്മൾ പൊതുവേ സോഷ്യൽ റിസർച്ചിൽ പറയുന്നതിനേക്കാൾ ഒന്നും കൂടി ഡീപ്പായിട്ട് ബിസിനസ്സിൻ്റെ റിസർച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ പുതിയ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കുറേ കോഴ്സ് ഓഫ് ആക്ഷനിൽ ഏതാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ സ്കില്ലും കൺസിഡർ ചെയ്തിട്ട് വേണം ഇവാലുവേഷൻ നടത്താൻ. ദെൻ ഡെവലപ്മെൻറ്റൽ റിസർച്ച് ഡിസൈൻസ് എക്സാമിൻസ് ദ ഫിനോമിന വിത്ത് റെഫറൻസ് ടു ടൈം. ഇപ്പോൾ ഒരു ടൈം വെച്ചിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ദിസ് ഡിസൈൻ ഈസ് ജനറലി യൂസ്ഡ് ആസ് അഡ്ജൻറ്റ് റിസർച്ച് ഡിസൈൻസ് വിത്ത് അതർ റിസർച്ച് ഡിസൈൻ. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ മാത്രമായിട്ട് പോകുന്നതല്ല, ക്രോസ് സെക്ഷണൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ലോഞ്ചിറ്റ്യൂഡിനൽ, കോറിലേഷണൽ റിസർച്ച്, ഇങ്ങനെ എല്ലാം നോക്കി നമുക്ക് ഇപ്പോൾ ഉള്ളതിനെ പുതിയ മെത്തേഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള പ്രോസസ്സിനെ ഒന്നുകൂടി നന്നാക്കാൻ എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും അവിടെ, ഇപ്പോൾ ക്രോസ് സെക്ഷണൽ അനാലിസിസ്, ലോഞ്ചിറ്റ്യൂഡിനൽ അനാലിസിസ് എല്ലാം ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ടൈം എലമെന്റ്. പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, പ്രസന്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഡിസ്ക്രൈബ്സ് വാട്ട് വാസ്, ദറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ, പേരിൽ തന്നെ ഉണ്ട്. പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് അനാലിസിസ് നടത്തുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് പ്രസന്റ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഈസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ദ ഫിനോമിന എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറയുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ച് വാട്ട് വിൽ ബി, നമ്മൾ കോസൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിൽ എന്ത് ചേഞ്ച് വരുന്നോ അതെങ്ങനെ നമ്മുടെ ഇഫക്റ്റിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ അനാലിസിസാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ചെയ്യുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ റിസർച്ച്, സിസ്റ്റമാറ്റിക് കളക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡാറ്റ ടു ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഒക്കേഴ്സ് സംടൈംസ് ഇൻ ദ പാസ്റ്റ്. പണ്ടുണ്ടായിരുന്ന ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കുക, അതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വരുന്നത്. നോ മാനിപ്പുലേഷൻ ഓർ കൺട്രോൾ ഓഫ് വേരിയബിൾ. ഇപ്പം നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ച് വരുത്തിയിട്ട് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഹിസ്റ്റോറിക്കലാണ്, പണ്ട് നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ആൻ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു റീകൺസ്ട്രക്ട് വാട്ട് ഹാപ്പൻഡ് ഡ്യൂറിങ് എ സെർട്ടൻ പീരിയഡ് ഓഫ് ടൈം ആസ് കംപ്ലീറ്റ്ലി ഓർ ആക്യുറേറ്റ്ലി പോസിബിൾ. അപ്പൊ ആ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഫാക്ട് ഫൈൻഡിങ് ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ അനാലിസിസ് നടത്തുന്നത്. ഇറ്റ് റിക്വയേഴ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വാട്ട്, വൈ, വെൻ, ഹൂ, ഹൗ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിന് ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനോമിന, അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറയുന്നത്. ദിസ് റിസർച്ച് ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾ, ഓൺലി ഹാവ് ടു റിപ്പോർട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ മാനിപ്പുലേഷൻ സാധ്യമാണ്, ഇവിടെ മാനിപ്പുലേഷൻ സാധ്യമല്ല. എന്താണോ കറന്റ് ഫിനോമിന എന്താണോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, അത്രമാത്രമാണ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസീസ്, ആവറേജ്, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ സാധ്യമാവുന്നത്.
The methods used by these researchers involves survey method of all kind. ഇപ്പം നമ്മൾ കൊമേഴ്സിൻ്റെ റിസർച്ചിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർവേ മെത്തേഡ്. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള മെത്തേഡും ഉപയോഗിക്കും, കോറിലേഷണൽ മെത്തേഡും യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിന് എക്സ്പെരിമെൻ്റൽ റിസർച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, ഒബ്സർവേഷൻ അണ്ടർ കൺട്രോൾഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻ നടത്തി ഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അപ്പോൾ ഇത്രയുമാണ്. ഇതോടുകൂടി നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് എന്ന ടോപ്പിക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.